നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് മുന്നേറ്റം തുടരുന്നു. വെല്ലുവിളിയായി തൃശൂരും കണ്ണൂരും. പിന്നാലെയെത്തി ആതിഥേയരായ കൊല്ലം. അപകട ഭീഷണി ഉയർത്തി കരുനാഗപ്പള്ളി ജോയിന്റ് ആർടി ഓഫീസ്. പൊളിച്ചുമാറ്റിയ ഭിത്തിക്ക് പകരം സ്ഥാപിച്ചത് ഫ്ലൈവുഡ് ഷീറ്റുകൾ. അപകടമുണ്ടാകുമോ എന്ന ആശങ്കയിൽ ജീവനക്കാരും ഓഫീസിലെത്തുന്നവരും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. നെയ്യാർഡാം സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം പദ്യം ചൊല്ലൽ മത്സരത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ മാളവിക ജയസിന്റെ പ്രകടനം ശ്രദ്ധേയമായി. കൊല്ലം പരവൂർ സ്വദേശിനിയാണ് മാളവിക. കാണാനും കേൾക്കാനും സദസ്സിൽ ആളുകൾ കുറവായിരുന്നെങ്കിലും മാളവികയുടെ സംസ്കൃത പദ്യം ചൊല്ലൽ പരിമിതമായ സദസ്സ് ശരിക്കും ആസ്വദിച്ചു. പരവൂർ SNVGHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാളവിക. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച ക്ഷമാപണ സഹസ്രത്തിൽ ആയില്യം തിരുനാൾ മഹാരാജാവിനോട് തമ്പുരാൻ ക്ഷമാപണം നടത്തുന്ന ശ്ലോകഭാഗമാണ് മാളവിക ചൊല്ലിയത്. സംസ്കൃതോത്സവം നടക്കുന്ന ജവഹർ ബാലഭവനിലെ വേദി 12-ലായിരുന്നു മത്സരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം പരാതിരഹിതമാക്കാൻ കഴിഞ്ഞതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവത്തിന്റെ സംഘാടനം സംബന്ധിച്ച് സംഘാടക സമിതി ഓഫീസിൽ ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. കൊല്ലം കോർപ്പറേഷന്റെയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയോ അനുമതിയില്ലാതെ ഭക്ഷണം വേദിയുടെ സമീപം വിൽക്കാൻ പാടില്ല. പാൻ പരാഗ് പോലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ കലോത്സവ വേദികളുടെ പരിസരത്ത് എത്തുന്നില്ലെന്ന് ചുമതലയുള്ള വകുപ്പുകൾ ഉറപ്പാക്കണം. താപനില ഉയർന്ന പശ്ചാത്തലത്തിൽ വേദികളിലും ഗ്രീൻ റൂമിലും മുഴുവൻ സമയവും കുടിവെള്ളം ലഭ്യമാക്കണം. മത്സരങ്ങൾ രാവിലെ 9:30 തന്നെ ആരംഭിക്കുമെന്ന് ഉറപ്പാക്കുകയും വേണം. അപ്പീലുകളില്ലാത്ത മത്സരങ്ങൾ കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ ശ്രദ്ധ ചെലുത്തണം. സംസ്ഥാന അപ്പീൽ കമ്മിറ്റി അന്നു തന്നെ അപ്പീലുകളിൽ തീരുമാനമെടുക്കണം. കലോത്സവത്തിന്റെ വിജയത്തിന് എല്ലാ കമ്മിറ്റികളും ഒത്തൊരുമയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും വരും ദിനങ്ങളിലും കൂട്ടായ്മ തുടരുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വേദി തന്നെ ഭാവി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രവർത്തനങ്ങൾ എങ്ങനെ നയിക്കണം എന്നുള്ള സൂചന കാട്ടിക്കത്തരുക. ഒരു വിദ്യാർത്ഥി എന്നാൽ വെറും പരീക്ഷയ്ക്ക് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുന്നത് മാത്രമല്ല. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അക്കാഡമിക് അല്ലാത്ത വിഷയങ്ങളിലും അവന് പ്രാപ്തനാവും. കലാരംഗത്ത് പ്രാപ്തനാവണം. കായിക രംഗത്തുണ്ടാവും. അവനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിയും. എഴുത്തുകാരുണ്ടാവും. അക്കാഡമിക് കാര്യങ്ങൾക്കപ്പുറമായി നമുക്ക് വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ട് 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ കലോത്സവം അന്ന് 300 പേരാണ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 14,000 പേര് പങ്കെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മാമാങ്കമായി ഇത് മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. നല്ല നേരത്തെ പറഞ്ഞ കൊല്ലം നഗരം സാംസ്കാരിക നായകന്മാരെ കൊണ്ട് നിറഞ്ഞതാണ്. കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞതാണ്. നാടകരംഗത്തെ പ്രമുഖരെ കൊണ്ട് നിറഞ്ഞതാണ്. യോഗത്തിൽ കമ്മിറ്റികളുടെ എല്ലാം കൺവീനർമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊളിച്ചുമാറ്റിയ ഭിത്തിക്ക് പകരം സ്ഥാപിച്ച ഫ്ലൈവുഡ് ഷീറ്റുകൾക്ക് സമീപത്തായി ഒരുപറ്റം സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നത് അത്യന്തം ഭീതിയോടെ. കരുനാഗപ്പള്ളി ജോയിന്റ് ആർടി ഓഫീസിലെ ജീവനക്കാരും ഇവിടെ എത്തുന്നവരുമാണ് അപകട ഭീഷണി നേരിടുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചതോടെയാണ് കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജോയിന്റ് ആർടി ഓഫീസിന് ഈ ദുസ്ഥിതി വന്നത്. 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസിന്റെ ഭിത്തി പൊളിച്ചതിന് പകരമായി പ്ലൈവുഡ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഉറപ്പില്ലാത്ത രീതിയിലാണ് കരാറുകാരൻ ഇതിന്റെ ജോലി നിർവഹിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റടിച്ചാൽ പോലും പ്ലൈവുഡ് ഷീറ്റുകൾ തകർന്നു വീഴുകയോ പറന്നു പോവുകയോ ചെയ്യുമെന്ന സ്ഥിതിവിശേഷമുണ്ട്.
പുറത്തുനിന്ന് ഒരു കയർ കെട്ടിയാണ് ഇതിനെ ഉറപ്പിച്ചിരിക്കുന്നത്. ഓഫീസ് 3-ാം നിലയിലായതിനാൽ അപകടം അരികെയാണ്. ഷീറ്റ് നിലംപൊത്തിയാൽ ജീവനക്കാരും മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവരും ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും ഫയലുകളുമൊക്കെ ഇതിനടിയിൽപ്പെടും. ജോയിന്റ് RTO 2 തവണ ഇത് സംബന്ധിച്ച് പരാതി ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ലോഗോ പ്രകാശനം നടത്തി. UAE രൂപീകരിച്ച ഓച്ചിറ പരബ്രഹ്മ സേവാ സമിതിയുടെ ലോഗോ പ്രകാശനമാണ് നടന്നത്. സമിതിയുടെ ആദ്യ അയ്യപ്പ മഹോത്സവം അജ്മാനിൽ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. UAE-യിലെ ഓച്ചിറ പരബ്രഹ്മ വിശ്വാസികൾ ചേർന്നാണ് ഓച്ചിറ പരബ്രഹ്മ സമിതി രൂപീകരിച്ചത്. ലോഗോ പ്രകാശനം ഷാർജയിൽ നടത്തി. സ്വാമിനാഥൻ കൊട്ടക്കാട്ട് ലോഗോ പ്രകാശനം നിർവഹിച്ചു. മുരളി നായർ, ഹരീഷ് ഓച്ചിറ, അനിൽകുമാർ, ശിവപ്രസാദ് നാരായണൻ, യതീഷ് ഉണ്ണി, രജിത് രവി, ശ്രീരാഗ്, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ജനുവരി 7-ന് സമിതിയുടെ ആദ്യ അയ്യപ്പ മഹോത്സവം അജ്മാനിൽ നടത്താനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. നെയ്യാർ ഡാം സ്വദേശി സിദ്ദീഖിനെയാണ് കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നു. പോക്സോ, മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ബൈക്ക് പരിശോധിക്കുന്നതിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവാവിനെയാണ് കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തത്. നെയ്യാർ ഡാം, കള്ളിക്കാട്, മഞ്ചക്കോട്, താജ് മൻസിലിൽ സിദ്ദീഖിനെയാണ് പിടികൂടിയത്. കഴിഞ്ഞ 3-ന് വൈകിട്ട് മാർത്താണ്ഡപുരം ജംഗ്ഷനിൽ വെച്ച് ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ബൈക്കിന് മുന്നിലും പിന്നിലും രജിസ്റ്റർ നമ്പർ കാണാത്തതിനാൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവിനെയും പെൺകുട്ടിയെയും സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. അപ്പോഴാണ് പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നതാണെന്ന് തെളിഞ്ഞത്. നേരത്തെ പോക്സോ കേസിലും മോഷണ കേസിലും പ്രതിയായിട്ടുള്ളയാളാണ് സിദ്ദിഖ്. അപകടത്തിൽപ്പെട്ട ബൈക്ക് മോഷണ വണ്ടിയാണെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ സ്കൂളിൽ നിന്നും വിളിച്ചിറക്കി ബീച്ചിലും മൈതാനത്തിലും കൊണ്ടുപോയതാണെന്നും തെളിഞ്ഞു. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാതായതാണ് ബൈക്ക്. SHO സുധീഷ് കുമാർ, SI-മാരായ ബാലാജി, ബിന്ദുലാൽ, ASI ഗിരീഷ്, CPO-മാരായ വിനേഷ്, പ്രീത എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വയോധികയ്ക്ക് സഹായവുമായി കാരുണ്യപ്രവർത്തകർ. തഴവ കുറുങ്ങപ്പള്ളി സ്വദേശിനി ഗോമതി അമ്മയെയാണ് കാരുണ്യപ്രവർത്തകർ ഏറ്റെടുത്ത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 82-കാരിയായ വയോധികയ്ക്ക് കാരുണ്യവുമായി പൊതുപ്രവർത്തകർ. കുറുങ്ങപ്പള്ളി ബിജു ഭവനത്തിൽ ഗോമതിയമ്മയെയാണ് കാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരുടെ മകൾ 1.5 വർഷം മുമ്പ് മരിച്ചു. ചെറുമകനും മരുമകളും മാത്രമാണ് അമ്മയോടൊപ്പം താമസിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ചെറുമകൻ. കാലുകളിൽ വ്രണം ബാധിച്ച് ദയനീയാവസ്ഥയിൽ കിടക്കുന്ന വിവരം പൊതുപ്രവർത്തകനായ അരുണാണ് സിദ്ദിഖ് മംഗലശ്ശേരിയെ അറിയിച്ചത്. തുടർന്ന് പ്രദേശവാസികളുടെ സഹായത്തോടെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിനിയുമായി ഇടപെട്ട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഓച്ചിറയിലെ അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസ് സഹായത്തിന് എത്തി. മുൻ പോലീസ് ഓഫീസർ പൃഥ്വിരാജും സഹായവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സപ്താഹയജ്ഞത്തിന് തുടക്കമായി. മരുതൂർ കുളങ്ങര തെക്ക് നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞം ആരംഭിച്ചത്. 9-ന് സമാപിക്കും. യജ്ഞത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തെക്ക് നെടിയവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമായത്. കണ്ണൻവേദി കാലപ്പുഴയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ മരുതൂർ കുളങ്ങര മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ചരമുറി ജംഗ്ഷൻ, ചെറുവിലിൽ ജംഗ്ഷൻ, കുളക്കട വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അമൃതാനന്ദമയി മഠം അമൃതപുരി ഉണ്ണിക്കുട്ടൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. പ്രപഞ്ചത്തിൽ ഒന്നും നിസ്സാരല്ല. ഒരു വിമാനത്തിന്റെ എഞ്ചിൻ കേടായാലും ഒരു സ്ക്രൂ ഊരിപ്പോയാലും അതിനെ പറക്കാൻ പറ്റാതെ പറ്റുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് തള്ളേണ്ടത്? എല്ലാത്തിനെയും സ്വീകരിക്കാനേ ഉള്ളൂ. ഓരോ സർവചരാചരങ്ങളെയും കോത്തിറക്കിയ ഒരേ നെറ്റ്വർക്ക് ശൃംഖലയിലെ കണ്ണുകളല്ലേ നമ്മൾ എല്ലാവരും. ഒരു ഉദാഹരണത്തിന് ഒരു ഉറുമ്പിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാറുണ്ട്. പ്രതിസന്ധികള് എത്ര മടങ്ങി വന്നോട്ടെ അതിനെയെല്ലാം ക്ഷമയോടുകൂടി തരണം ചെയ്തു പോകുന്ന ഉറുമ്പുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
തന്ത്രി വൈക്കം നാഗമ്പൂഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി പാഴൂർമഠം ഗോപാലകൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സുഗുണൻ കൊല്ലം, ഉണ്ണി കൊടിക്കോട്, സജിതം പാട്ടുകളം എന്നിവരാണ് യജ്ഞ പൗരാണികർ. യജ്ഞം 9-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് മുന്നേറ്റം തുടരുന്നു. വെല്ലുവിളിയായി തൃശൂരും കണ്ണൂരും. പിന്നാലെയെത്തി ആതിഥേയരായ കൊല്ലം. അപകട ഭീഷണി ഉയർത്തി കരുനാഗപ്പള്ളി ജോയിന്റ് RTO ഓഫീസ്. പൊളിച്ചുമാറ്റിയ ഭിത്തിക്ക് പകരം സ്ഥാപിച്ചത് പ്ലൈവുഡ് ഷീറ്റുകൾ. അപകടമുണ്ടാകുമോ എന്ന ആശങ്കയിൽ ജീവനക്കാരും ഓഫീസിലെത്തുന്നവരും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. നെയ്യാർ ഡാം സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.